അപ്പോൾ ഗൈസ് താങ്ക് യു സോ മച്ച്. നമ്മളൊരു 100K അടിച്ചിരിക്കുന്നു. താങ്ക് യു ഗൈസ്. എന്താ വെച്ചാൽ ഇന്ന് പുലർച്ചെ അത്താഴം നമ്മൾ പുറത്തുനിന്ന് കഴിക്കാൻ പോകണം, വീട്ടിൽ നിന്നല്ല. അപ്പോൾ മിജു ബൈക്ക് അതേപോലെ തന്നെ എനിക്ക് 100K അടിച്ചതുപോലെ തന്നെ മിജു ബൈക്ക് 10K അടിച്ചിട്ടുണ്ട് യൂട്യൂബിൽ. അപ്പോൾ നമ്മൾ മിജു ബൈനെ സർപ്രൈസ് ചെയ്യുമ്പോൾ അറിഞ്ഞിട്ടില്ല. ഒന്നാൾ എക്സാമും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ വേഗം പോയിട്ട് വേഗം വരണം. അധികം വീഡിയോ ലെങ്ത്ത് കൊടുത്തിട്ട് നിങ്ങളെ മെറിപ്പിക്കുന്നില്ല. അപ്പോൾ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് മിജു ബൈനെ നമ്മൾ സർപ്രൈസ് ചെയ്യുമ്പോൾ അപ്പോൾ പോയിട്ട് വരാം. ഓക്കെ, പരിപാടികളൊക്കെ ഏകദേശം സെറ്റ് ആവുന്നുണ്ട്. കാണിച്ചു തരാം. ഇതാണ് നമ്മൾ സെറ്റ് ചെയ്യുന്ന പരിപാടി കേട്ടോ. ഇതിന് അവിടെ കെട്ടിടുക. ഹാപ്പി 10K മിജു ഭായ് ഇവിടെ ഇങ്ങനെ ചെയ്ത വലുതാക്കിട്ട് സ്ട്രൈറ്റ് ആക്കി ചെയ്ത. അപ്പൊ സംഭവം എന്താ വെച്ചാല് നമ്മളെ എഴുതിന്റെ കഴിവ് കാരണം ഒരു 10K ഒന്ന് ചെരിഞ്ഞു വയ്ക്കണേ. വേറെ കുഴപ്പമൊന്നുമില്ലല്ലേ, ബാക്കിയൊക്കെ സെറ്റാണ്. മിജു ഭായ് പിന്നെ ഒരു വിഷയം എന്താ വെച്ചാൽ മിജു ഭായിക്ക് ഇംഗ്ലീഷ് വായിക്കാറിയെന്നൊരു ഡൗട്ട് ഉണ്ട്. ബാക്കിയൊക്കെ ഓക്കെയാണ്. ഫ്രഞ്ചിൽ കൂടെ പോയിട്ട് ഒന്നും അറിയാത്ത പോലെക്കുവോ. ബാക്കിയെല്ലാം സെറ്റാണ്. പിന്നെ വേറെ സംഭവം എന്താ വെച്ചാലേ ജിണ്ടോ ചക്കൻ മുടിയണ്ടാ ഇങ്ങനെ മാറ്റിയിട്ട് ഇത് എത്ര രൂപയായി മാറ്റാൻ? 3000 രൂപയായി. എങ്ങനെയുണ്ട്? അതല്ല അത് അടിപൊളിയാന്ന് വെച്ചാല് അങ്ങനല്ല, ബുദ്ധിമുട്ടുണ്ടോ? ചെറുതായിട്ട്. അടുത്തത് നമുക്ക് മിജു ഭായിനെ കൊണ്ട് ഏൽപ്പിക്കാം അല്ലേ? ഇജ്ജ് വെട്ടുണ്ടോ എന്നിട്ട്? ഇൻഷാല്ലാ ഒരാഴ്ചക്ക് വേണ്ടി ചെയ്ത്, നേരത്തെ പറഞ്ഞ പോലെ ഒരാഴ്ചക്ക് വേണ്ടി ചെയ്തോന്. അപ്പോൾ കാര്യങ്ങളൊക്കെ സെറ്റ് അല്ലേ? പ്ലാൻ മനസ്സിലായില്ലേ? പ്ലാൻ ഓർമ്മയില്ലേ? ആ നിങ്ങള് വെളിയും കൊടുക്ക. എന്നിട്ട് ഞാൻ ഇപ്പം എന്താ വെച്ചാൽ ഞാൻ മിജുബായിൻ്റെ അടുത്ത് പോകും. അവിടെ പോയിട്ട് ഓനെ പിക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഓനെങ്ങനെയും പുറത്ത് കർമാറോട്ടേക്ക് അത്താഴത്തിനാന്ന് പറഞ്ഞിട്ട് ഇറക്കുക. അങ്ങനെ ഇറക്കിയിട്ട് നിങ്ങൾ അവിടെ വെളിയും കൊടുക്കുക. അപ്പം നിങ്ങൾ വരുമ്പോഴത്തേക്ക് നിങ്ങൾ ബാക്കിലോട്ട് വരാം. എന്നിട്ട് പൊന്നാനി പാലല്ലേ, കർമ്മേത്തെ പാലം, അവിടെ എത്തുമ്പോൾ ഓവർടേക്ക് ചെയ്തിട്ട് ഇൻഡിക്കേറ്റർ ഇട്ട് അങ്ങനെ. അപ്പോൾ ഓവർടേക്ക് ചെയ്യാം. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? മറക്കരുതിട്ടാ, ചതിക്കരുത്. ഇതൊക്കെ സെറ്റ് ചെയ്തിട്ട് ലാസ്റ്റ് നിങ്ങൾ ഫ്രണ്ട് ഫസ്റ്റ് തന്നെ പോലോ. ആ പോപ്പർ ആരേറ്റെടുക്കുന്നത്? മര്യാദക്ക് പറഞ്ഞോ, പോപ്പർ ആരേറ്റെടുക്കുന്നത്? ഇങ്ങനെ ഉണ്ടാവും. വണ്ടി ഓടിക്കാൻ എന്തായാലും ഏറ്റെടുക്കാൻ പറ്റില്ല ഇജല്ലേ? അപ്പോ സെറ്റ് കേട്ടോ. എന്ത് പോപ്പർ ലെഫ്റ്റിക്കല്ലേ? പോപ്പർ ലെഫ്റ്റിക്ക്. എടാ ഞാൻ അതേപോലെ ഒരു പ്രാവശ്യം കൊളാക്കിയിരിക്കണേ. അപ്പൊ ഇത് കാണിച്ചു കൊടുത്തേ. മിജുബായിക്ക് ഇനി ഇംഗ്ലീഷ് വായിക്കാൻ അറിയണ ഒരു ബുദ്ധിമുട്ടുള്ളൂ, ബാക്കിയൊക്കെ ഓക്കെയാണ്. അപ്പൊ സെറ്റ്. ഇനി മിജുബായിനെ വിളിച്ചിട്ട് വരാം നമുക്ക്. സെറ്റ് അല്ലേ? കണ്ട് നമ്മളെ ഏൽപ്പിച്ചാണ്. ഓക്കെ അല്ലേ? നമ്മളെ ഏൽപ്പിച്ചാണ്. ഓക്കെ സെറ്റ്. ഈ വെട്ടി കിടന്നോ? മിജുബായിനെ വിളിച്ചോക്കാം. അസ്സലാമു അലൈക്കും. തട്ടിട്ടില്ലേ ബയോ? അപ്പൊ ചോദ്യം ചോദിക്കട്ടെ ചെക്കനോട്. ചോദ്യം ചോദിച്ചിട്ട് എനിക്ക് എന്താ ഓഫർ വേണ്ടി? ഓഫർ ഒരു PS5. PS5 കണ്ടു വാ. ചോദ്യം ചോദിച്ചിട്ട് ഉത്തരം പറയുകയാണെങ്കിൽ നമ്മൾ കർമ്മയ്ക്ക് പോവും. ഉത്തരം പറയണം. ഉമ്മ ചോദ്യങ്ങൾ എടുത്തേ. ഇവർക്ക് നാളെ എക്സാമ്പിളിൽ ചോദ്യങ്ങൾ എടുക്ക്. പകുതി ഫുൾ മാർക്ക് വേണം. പകുതി നോക്കാം നമുക്ക്. ഓപ്ഷൻസോ? ചോദ്യത്തിന് എന്താ ഓപ്ഷൻസ്? ഓപ്ഷൻസ് ഒക്കെ ഉണ്ടമ്മ? ഉമ്മ ചോദിച്ചോട്ടെ, ഇല്ല ഞാൻ ചോദിക്കാം. തായോ മലയാളം MS അല്ലേ? ഇസ്ലാമിന്റെ അതല്ല എന്റെ ഇല്ലാത്ത ബുദ്ധിയിൽ ഒരു ഐഡിയ തോന്നുന്നുണ്ട്. ഞാൻ അതുകൊണ്ടല്ല. ഉമ്മ ചോദിച്ചോ. ഇക്ക് വായിക്കരുത്. എന്താ പറയുക, ഉമ്മയുടെ ഹാൻഡ് റൈറ്റിംഗ് മനസ്സിലാവണില്ല. ഇത് ഫസ്റ്റ് ചോദ്യം ചോദിക്കുമ്മ. ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങളിൽ മൂന്നാമത്തേത് ഡാഷ് ആണ്. എന്താണ്? സ്പീഡാക്ക്. കർമ്മ ഔട്ട്. സക്കാത്ത പഠിച്ചിക്കണല്ലേ കള്ളൻ. അടുത്ത് നാലാമത്തെ ഇത് ഏതാണ്? നാലാമത്തെ ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങളിൽ നാലാമത്തെ നോമ്പാ. അടുത്ത വെരി ഗുഡ്.
പഠിപ്പിട്ടോ നമ്മൾ വിചാരിക്കണല്ല. നോമ്പ് നിർബന്ധമുള്ളത് ആർക്കാണ്? ബുദ്ധിയും പ്രായപൂർത്തിയും പിന്നെ ആരോഗ്യമുള്ളവർക്കാണ്. ആണോ? യോ മിജിബേ മാസ്. അടുത്ത് ഇനിയുണ്ടോ? 5 ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞാൽ മതി. 5 ചോദ്യം നമസ്കാരം സ്വീകാര്യമാണെങ്കിൽ ഡാഷ് നിർബന്ധമാണ്. അവിടുത്തെ മറക്കൽ. ആണോ? എടക്കല്ലോ ഇങ്ങനെ സെറ്റപ്പ് ആയോ ഗിരിയേട്ടൻ? എന്തുട്ടാ ഗിരിയേട്ടൻ സെറ്റപ്പ്? പഠിപ്പാ സ്റ്റാർട്ട് ചെയ്ത്. അടുത്തത് ഏതാണെന്ന് ടഫുള്ള കൊടുക്കല്ലേ? ടഫ് കൊടുക്കും. ലാസ്റ്റ് ഇതിന് ഉത്തരം പറഞ്ഞ കർമ്മയ്ക്ക് നേരെ വണ്ടി എടുക്കുന്നു, ഫുഡ് കഴിക്കുന്നു. അടി രണ്ടാൾക്ക് വായിക്കാറില്ല. ഇത് വായിച്ചു പാഠം 10 ആ ഏതാണ് അത്ര ടഫ് കൊടുക്കണ്ട. ഓക്കെ, ഇത് കൊടുക്ക. ഇതെപ്പോഴും അറിഞ്ഞിരിക്കണ്ടല്ലോ അവന്. ആയിക്കോട്ടെ. പുരുഷന്മാർക്ക് ഡാഷ് വരെ ഔറത്താണ്. മുട്ട വരെ. മുട്ട വരെ. കൺഗ്രാറ്റുലേഷൻസ് ബ്രോ. കർമ്മേ പോവാ നമ്മള്. ലെറ്റ്സ് ഗോ ഗയ്സ്. അടച്ചു കാണാം. അവിടെ കാണാല്ലോ. ഡ്രസ് മാറ്റിച്ച് വായോ. വേവാ ഉമ്മ റെഡി ആയിക്കോളി. അപ്പൊ നമ്മളൊന്ന് അത്തായം കർമ്മ വെച്ചിട്ടാട്ടോ. അത്തായം കഴിക്കണ്ട. ഞാൻ അത്തായത്തിന് നിക്കണ്ടല്ലോ. എനിക്ക് നാളെ എക്സാം ഉള്ളല്ലേ. വേറെ റെഡി മൈക്ക് പോവാ. കം ഓൺ. ലെറ്റ്സ് ഗോ. അപ്പൊ നമ്മള് ഇറങ്ങി അല്ലേ മിജു? യെസ്. അവസാനം മിജുവിന്റെ ആഗ്രഹം പോലെ ഉത്തരം പറഞ്ഞുകൊണ്ട് നേരെ കർമ്മയ്ക്ക് പോവാണ്. എന്താ പറയാള്? അടിപൊളിയാ. അടിപൊളിയാ. യെസ്. വാ കേറ്. അപ്പൊ നമുക്ക് പോണ കാഴ്ചകൾ കാണാം. അപ്പോ ചുടേ ഉമ്മയാണ് വണ്ടി എടുക്കണേ. മമ്മി റേസ് ട്രാക്കറിന്റെ വണ്ടി ഓടിക്കണാളാ. തള്ളി മറിയും. കമോൺ സീറ്റ് ബെൽറ്റ് ഇട്ടോളി. ഇതൊക്കെ ആരെങ്ങനെ സെറ്റ് ചെയ്തോളൂ. എല്ലാരും നോമ്പൊക്കെ എങ്ങനെ പോണു ഗൈസ്? ഉഷാറല്ലേ? എന്താണ് ചെല്ലാളെ ചെല്ലിക്കോട്ടെ മിജോ. എല്ലാരും മുണ്ടഴിക്കുക ചെല്ലുക. ഉമ്മ ഈ പെൺകുട്ടികള് ഡ്രൈവിംഗ് പഠിക്കണതിനെ പറ്റി എന്താണ് ഉമ്മയുടെ അഭിപ്രായം? മസ്റ്റ് ആയിട്ടും പഠിച്ചിരിക്കണല്ലേ? ഉമ്മ എൻ്റെ ഒരു അനുഭവം വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ഏത് പെൺകുട്ടികളെയും താല്പര്യമുള്ളവരെ ചെയ്യണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഇപ്പൊ ഇതന്നെ ഉത്തമ ഉദാഹരണല്ലേ. ഉമ്മയുടെ പ്രായത്തില് ഉമ്മ നല്ല രീതിക്ക് സ്ട്രഗിൾ ചെയ്തിരുന്നോ അതോ സിമ്പിളായി പഠിച്ചെടുത്തോ? അല്ല എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നു ഡ്രൈവ്. അപ്പൊ അതുകൊണ്ട് ആ ക്രൈസ് കൊണ്ട് പഠിച്ചിട്ട് അത് അതേപോലെ തന്നെ അവിടെ ഇട്ട് പോയി. പിന്നെ ബാബാടെ അടുത്തേക്ക് പോയപ്പോ ഗൾഫിൽ പോയപ്പോ പിന്നെ നമ്മള് അതിന്റെ ആവശ്യമില്ലല്ലോ. പക്ഷെ പിന്നീട് പെട്ടെന്ന് ഷിഫ്റ്റ് ചെയ്ത് നാട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്തിരുന്നു. ദുബായിൽ നിന്ന് പെട്ടെന്ന് നാട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് അവിടുത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ കുറച്ച് പ്രശ്നങ്ങളല്ല വെയ്യാണ്ടായപ്പോ നാട്ടിൽ വന്നു. ഞാൻ 3-ലൊക്കെ പഠിക്കുമ്പോ അല്ലേ. അപ്പൊ നാട്ടിൽ വന്നപ്പോ പിന്നെ നമ്മൾ ഇവിടെ സ്കൂളിൽ ചേർത്തിന്നെ. അപ്പൊ ആ സ്കൂള് വെളിയും കൂടെ വരുള്ളൂ. അപ്പൊ ഡെയിലി എനിക്കാണെങ്കിൽ ബസ് കയറി പോകാൻ പറ്റില്ലല്ലോ. അപ്പൊ ബസ് കയറി പോകാൻ ഭയങ്കര പ്രായം കുറവായിരുന്നു. അപ്പൊ ഡെയിലി പിന്നെ അമ്മ പണ്ടത്തെ സ്കില്ലാണ് പുറത്തിറക്കില്ലേ. പണ്ടത്തെ അല്ല ഉമ്മാക്ക് നല്ല പണിയിട്ട് തന്നതാ സത്യത്തില്. അത് ഒരു വണ്ടികളും വാഹനങ്ങളും എന്താണ് കുട്ടികളെ കൊണ്ടാക്കാൻ ചോദിച്ചപ്പോ ആരും തയ്യാറില്ല. പക്ഷെ അന്ന് ഇത് എഫേർട്ട് എടുത്തത് കൊണ്ട് ഇന്ന് നമുക്ക് ഒരു പേടിയില്ലാതെ ഇപ്പൊ ബാബാനെ എയർപോർട്ടിൽ പോയി കൊണ്ടുവരാനും പോലും നമുക്കൊരു പ്രയാസമില്ല. അൽഹംദുലില്ലാ. മുമ്പൊരു വണ്ടി ഉണ്ടായിരുന്നു മാരുതി 800. പിന്നെ അത് അന്ന് എന്താണ് ഒരു വീക്കിന് എന്താണ് മാരുതി 800 എടുത്ത് സെക്കൻഡ് ഹാൻഡ്. എന്നിട്ട് ബാബ പറഞ്ഞ് ട്രൈ ചെയ്യ് എന്നിട്ട് ശേഷം ഇതാക്കാം. അത് സെക്കൻഡ് ഹാൻഡ് എടുത്ത കാരണം മൊത്തം വണ്ടിനെ കുറിച്ച് നല്ല സുഖമായിട്ട് എല്ലാ പണി അറിഞ്ഞു പഠിച്ചു. അത് വലിയൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. അപ്പൊ അതിനുശേഷം പണ്ടൊക്കെ രസമുണ്ടോ സീനിയർ സ്കൂളിലൊക്കെ പോകുമ്പോ ഞാൻ എന്നും രാവിലെ ഉമ്മാട് പറയും ഉമ്മ കാറായിട്ട് ഒന്ന് വിളിക്കാൻ പോയോ എങ്ങനെ പോയോ. നമുക്ക് കൂട്ടുകാരും ഷൈൻ ചെയ്യുന്ന സംഭവം ഉണ്ടല്ലോ. അപ്പൊ സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ അതേന്ന് ഉമ്മണ്ട് വരുമ്പോ ഉമ്മ ഓടി പോവും. അപ്പൊ തന്നെ കുട്ടികൾ ഇങ്ങനെ നോക്കുമല്ലോ ആരും വണ്ടി ഓടിക്കുക ഏത് പെണ്ണാലും വണ്ടി ഓടിക്കുക എന്നുള്ളൊരു സെറ്റപ്പ് ഉണ്ടല്ലോ. അങ്ങനെ നോക്കണ സമയത്ത് ഞാൻ വിളിച്ചോണ്ട് ഓടും. അതൊക്കെയാണ് പണ്ടത്തിന്റെ ഒരു ഷോ ഓഫ്
എന്റെ ഒപ്പം അങ്ങനെ തന്നെ. അതെ അപ്പൊ ഉമ്മ പറഞ്ഞിരുന്നത് മാക്സിമം പഠിച്ചോളി. പെൺകുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നേരത്തെ തന്നെ ഒരു പ്രായമാകുമ്പത്തിന് ലൈസൻസ് എടുക്കുക, സെറ്റ് ആക്കുക. പിന്നെ ഒരു പേടി പാടരുത്, ധൈര്യത്തോടെ ചെയ്യാം. ഗൈസ് കർമ്മ റോഡ് എത്തി മിജു. യെസ്, കർമ്മ റോട്ട് എത്തി. നല്ല ഹാപ്പിയാ. ഹാപ്പി 10K മിജു ബൈ. താങ്ക് യു ഗൈസ്. മിജു ബൈ, കൺഗ്രാറ്റുലേഷൻസ് മിജു ബൈ. ലെഫ്റ്റ് ഇട്ടോ നമ്മള് ബാക്കില് മിജു. താങ്ക് യു ഗൈസ്. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. പൊള്ളി കം ഓൺ. ആരാ ആളാരാ മിജു യെസ്. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. 10K അടിച്ച് പോരി യാല്ല. എന്താ വായിക്ക് ഇനി ഇവർക്ക് ഇംഗ്ലീഷ് വായിക്കാൻ പറ്റുമോ നോക്കട്ടെ കേട്ടോ. ഇത് വായിച്ചതൊന്ന് വായിക്കാം. ഹാപ്പി 10K മിജു ബൈ. യെസ് പൊളി. 10K എന്താ പറയാള്? 10K മിജു ബൈക്ക് എന്താ പറയാള്? താങ്ക് യു ഗൈസ് ഫോർ സപ്പോർട്ടിങ് മീ. ഇത് പ്രതീക്ഷിക്കുന്നു ജി? സത്യം പറഞ്ഞോ? ഇല്ലല്ലേ? ഡൗട്ടോ? എന്തേ ഡൗട്ട് ഉണ്ടായി? കഷ്ടപ്പെട്ടിട്ട് പൊളിഞ്ഞോ? പറഞ്ഞോ. അതല്ല ഡൗട്ട് എന്തായിരുന്നു? ഡൗട്ട് ഡൗട്ട് എന്തായിരുന്നു? കേക്ക് ഞാൻ നേരത്തെ കേക്ക് ഉണ്ടാക്കിയെന്ന്. ഞാനും റിച്ചും കൂടി ഒറ്റക്ക് ഇറങ്ങിയപ്പോളേ എന്താ സംഭവം വെച്ചിരുന്നല്ലേ? ഡൗട്ട് അടിച്ചിട്ടുണ്ടായിരുന്നോ? പക്ഷെ ഇത് പ്രതീക്ഷിച്ചില്ലല്ലോ. കേക്ക് പ്രതീക്ഷിച്ച്, ഇത് പ്രതീക്ഷിച്ചില്ലല്ലോ. അത് കേട്ടാ മതി. ബയോ ഉമ്മ വായോ നിക്ക് പറ്റല്ലേ? എടാ എവിടുക്കാ തിരിക്കണ്ടെന്ന് മനസ്സിലായില്ലേ? ഞാൻ ഒരു ബർത്ത്ഡേ പാർട്ടി കോളാക്കിയാണ്, അതുകൊണ്ട് പറഞ്ഞാ. മിജു ബൈ കേക്ക് കാണിച്ചു കൊടുത്തേ. കുറച്ച് അടുപ്പിച്ചെന്നോ നിക്കട്ടോ. അത് കുഴപ്പമില്ല, നമുക്ക് ഇതാക്കാം, അതൊക്കെ നോക്കാം. ബർത്ത്ഡേ അല്ല അത് 10K ആണല്ലേ മിജു? കൺഗ്രാറ്റ്സ്. ഓക്കെ ഇതാ പിടി. നിക്ക് ഉമ്മച്ചിന്ന് സെന്ററിൽ ഇല്ല നിക്ക്. മിജു ബൈ. യെസ്. എടുക്ക് എടുക്കാൻ പറ്റില്ല. കിട്ടി. അത് കുഴപ്പമൊന്നുമില്ല. ക്യാമറമാൻ സാലിഫ്. ഓക്കെ ആ ഒരു കഷ്ടം മാത്രം മതിയില്ല, ഇനി വേണ്ടല്ലോ. ഉറപ്പന്നല്ലേ? ചോദിക്കൂലല്ലോ. അല്ല കേക്ക് എന്താ പറയാ? ഫ്രിഡ്ജ് ഉണ്ടാക്കാനല്ലേ? എന്താ പറയാ? താങ്ക് യു ഗൈസ് ഫോർ സപ്പോർട്ടിങ് മീ. ഓക്കെ ഇതെവിടുന്ന് ഇംഗ്ലീഷ് പഠിച്ചേ? ഞാൻ ഒറ്റക്കൊടിച്ച്. ഓ യൂട്യൂബിൽ നോക്കിട്ട് അച്ചടി ഭാഷയായിട്ട് വന്നിട്ടോ. ഞാൻ പേടിച്ച് ഇതൊക്കെ സെറ്റ് ചെയ്തിട്ടേ അവസാനം ഇത് വായിക്കാൻ പറ്റൂല. ഇപ്പം ഫ്രണ്ട് പോലോ ഇപ്പം വായിച്ചാ മനസ്സിലാവണ്ടേ? ആ പേടിണ്ടേ നിനക്ക്? കണ്ടല്ലേ? അത് ഞാൻ കണ്ടു. റമദാൻ 1 സെറ്റല്ലേ? എന്താ പറയ്? ആ വലിയൊരു വീടില്ലേ അവിടെ വിലയും കൂടി അതല്ലേ സാത്തറങ്ങിന്റെ ഒരു വീടില്ലേ അവിടെ നിർത്തിച്ചില്ലേ? സാത്തറങ്ങിന്റെ ഒരു വീടില്ലേ? ആണോ? ഫ്രണ്ട് ഇത് കണ്ടില്ല? അപ്പൊ ഈ കാറ് വരുതാന്ന് എനിക്ക് അതിനറിയാം. ഈ ഇക്കാന്റെ പനണ്ടിയത്. ആ അപ്പൊ കറക്റ്റാ. ആ അപ്പൊ അറിയാലേ?
എന്നിട്ട് ഞങ്ങളെ പറ്റിക്കാൻ വേണ്ടി ജുനൈദിന് എന്താ പറ്റി, ജുനൈദ് എവിടെയാന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അല്ല അപ്പൊ ജയ് ചോദിച്ചല്ലേ ജുനൈദ് കർമ്മയിൽ ഉണ്ടാവോന്ന്. ആ അങ്ങനെ ചോദിച്ചല്ലോ. അതല്ല ഡൗട്ട് അടിച്ചിട്ടുണ്ടായിരുന്നു. ഡൗട്ട് തീർക്കാൻ വേണ്ടിട്ടേ ഫുൾ ചോദ്യം വേണ്ടിയത്. ഇതിൽ എനിക്ക് ഇതിന്റെ വല്ല ഊഹം കിട്ടിയിരുന്ന എവിടൊക്കെ ഉണ്ടായിരുന്നു. എവിടൊക്കെ അതല്ല രസം. എന്നോട് പറയണേ ഇത് കഴിഞ്ഞിട്ട് പറയണേ ഞാനേ വിചാരിച്ചത് ഒരു 10 എന്താണ് ഇതില് 10K ഒക്കെ ആയ ഒരു കേക്കൊക്കെ എനിക്ക് വേണ്ടി മുറിച്ചു തരും, ഒന്ന് സെലിബ്രേറ്റ് ചെയ്യാന്നൊക്കെ വിചാരിച്ചിട്ട് എന്ത് കാക്കയാണ് അതൊക്കെ പറഞ്ഞില്ലടാ. പറഞ്ഞില്ല. അല്ല ഇല്ല പറഞ്ഞില്ല, അതൊക്കെ വിചാരിച്ച് പറഞ്ഞില്ല. കാരണം കണ്ണീന്ന് അതൊക്കെ മാറി കിട്ടിയില്ലേ ഇപ്പൊ, അതൊക്കെ മാറി കിട്ടിയില്ലേ. ഇപ്പൊ ആകെ ഈ കിട്ടൂലെന്ന് പ്രതീക്ഷിക്കുമ്പോഴാണ് നമ്മള് വരിക. അതന്നെ. കേട്ടോ. അസ്സലാമലൈക്കും. അസ്സലാമലൈക്കും. എനിക്ക് യൂട്യൂബിൽ 10K അടിച്ചപ്പോ അതിന്റെ ഒരു സെലിബ്രേഷൻ. താങ്ക് യു. ഇത് മിജുബായ്. ഓക്കെ താങ്ക് യു. ഇൻഷാ അല്ലാ. ഓക്കെ ബാക്കി നമുക്ക് കഴിക്കാം. ഏതാ ടീം? ോനെ ക്രീം എടുത്തുന്നോ? ഹാപ്പി ബർത്ത്ഡേ അല്ല, 10K സബ്. ഓക്കെ ഓക്കെ ബൈ ബൈ. ഹാപ്പി അല്ലേ? Happy. Thank you for guys for supporting me. Thank you for guys for supporting me. Good English. Wow. Amazing. Thank you, thank you. എന്താ ഇതിന്? എല്ലാരും യൂട്യൂബ് സബ് ചെയ്യാൻ. Yes. Happy. ബയോ ഫുഡ് കഴിക്കാം. പിടിച്ചോണ്ട് കുഴപ്പമില്ല. നമ്മളെന്താ കഴിക്കണേ? അത് പൊറോട്ടയും ബീഫും. പൊറോട്ട ബീഫാ. ഇതിനെന്താ പറയാനുള്ളത്? ഹാപ്പി അല്ലേ? അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, അവിടെയുള്ള എല്ലാ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ ശരി ഗൈസ്, ബൈ. ഹായ് ബൈ. വ്ളോഗിലൊരു ഹായ് കൊടുത്തോ. എൻ്റെ പേരെന്താ? മുഹമ്മദ്. ഓ ഓക്കെ. അപ്പോൾ സംഭവം എന്താ വെച്ചാലേ, നേരത്തെ ചോദിച്ചപ്പോൾ ടെൻഷൻ കാരണം ഉള്ളതൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഉമ്മ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കണ്ടായിരുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു, നേരത്തെ എടുക്കാൻ വ്ളോഗിൽ എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഒന്നുകൂടി പറഞ്ഞു ചോദിക്കും. എന്താ? അതെ, എന്താണ് റൂമിന്ന് ഞാൻ ചോദിച്ചില്ല എൻ്റെ അടുത്ത്, അല്ല എൻ്റെ അടുത്ത് പറഞ്ഞില്ലേ? അപ്പൊ എനിക്ക് വല്ല ഡൗട്ട് ഉണ്ടായിരുന്ന? അല്ല പെട്രോൾ അടിക്കാൻ പോയിക്കാണ് ഇക്കാക്കാരെന്ന് പറഞ്ഞില്ലേ? അപ്പൊ ഇത്ര നേരം പിടിക്കണ. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ അവരെ വണ്ടിയുടെ എന്തോ സ്ക്രൂ കുഴപ്പമുണ്ടായിട്ട് അതും കൂടി ചെക്ക് ചെയ്യാൻ വേണ്ടി പോയതാ പറഞ്ഞില്ലേ? അപ്പൊ എനിക്ക് എന്താ തോന്നിയത്? ഡൗട്ട് ഉണ്ടായിരുന്ന? ഇല്ലല്ലോ. ആദ്യമായിട്ട് പോകാൻ അവർക്ക് വട്ടുണ്ടാവും. അപ്പൊ പാതിരാക്ക് പോവാൻ മട്ടുണ്ടാന്നാ ചോദിച്ച്. അപ്പോഴും ഡൗട്ട് ഉണ്ടായിരുന്നില്ലല്ലോ? ചെറിയ ഡൗട്ട് ഉണ്ട്. പിന്നെ കുറെ നേരം കഴിഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു ഇവരെന്ത് അവിടെ കേക്ക് ഉണ്ടാക്കി വിചാരിച്ചു. പിന്നെ ഇവനിന്റെ അടുത്ത് ചോദിച്ചേ, അത് കഴിഞ്ഞതിന് ശേഷം എന്റെ അടുത്ത് ചോദിച്ചു 10K അടിച്ചാലൊക്കെ ഒരു സെലിബ്രേഷൻ ഒക്കെ ഉണ്ടാവൂലേ? അതുപോലെ ഒന്നും ഇല്ലല്ലോ അന്നുള്ളത്. ഒരു വിഷാദമായിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നിട്ടാ. എന്താ ഇപ്പൊ ആര് ഇത്ര പേരുത്ത് 10K അടിച്ച സെലിബ്രേഷൻ? ഞാൻ അവനോട് ചോദിച്ചു. വണ്ടിയുടെ ഫ്രണ്ടിക്ക് ഈ വണ്ടി ഓൺ അടിച്ചിട്ട് ഫ്രണ്ടിക്ക് വന്നപ്പോ എനിക്ക് എന്താ ഇപ്പൊ തോന്നിയത്? മനസ്സിൽ ഒരു കല്ല് വീണോലുണ്ട്. മനസ്സിൽ കല്ല് വീഴ്. അതെന്താ സാധനം? നല്ല ഷോക്ക്, സന്തോഷം. അല്ല എന്നിട്ട് ആ ഷോക്ക് ഇറങ്ങി. അപ്പൊ അടിക്കണ നാളെ എക്സാം ഉള്ള പബ്ലിക് എക്സാം എഴുതുന്ന ഉണ്ണിയും +2 എക്സാം എഴുതുന്ന കാക്കിയാണ്. നല്ല ഫാമിലി. ഇല്ല, ഒരു 10 മിനിറ്റ് കൊടുത്തോളൂ. 10 മിനിറ്റ് വിചാരിച്ചിട്ട് പോകുന്നതാ. ഒരു മണിക്കൂർ അവനായില്ലേ? തോറ്റ പറയാ കേട്ടോ. ജയിച്ചിട്ട് പോരെ.
മാക്സാണോ ബിറ്റൊക്കെ കാണിച്ചില്ല ബിറ്റകളൊക്കെ ലൈവ് ആയിട്ട് ലൈവ് പറഞ്ഞോ ലൈവല്ല വ്ളോഗിൽ അന്നെ പിടിച്ചോ അതവരാണ് അതിന്റെ വണ്ടിയുടെ ആൾക്കാരെ കാണിച്ചത്. നമ്മളെ കൂടെ വണ്ടി നമ്മള് ചൈനയിൽ നിന്ന് ഇറക്കാൻ മതിയത് താങ്ക് യു ഫോർ കമ്മിങ്. ഇവരാണ് വണ്ടി, ഇവരാണ് വണ്ടിയിൽ ഫുൾ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തത്. സർപ്രൈസ് ആയിരുന്നു അവരെ വണ്ടി എൻട്രി അല്ലേ? സർപ്രൈസ് ആയില്ലേ? അത് അറിഞ്ഞാൽ മതി. എന്തായാലും ഈ മറക്കൂലല്ലോ ജീവിതത്തിൽ മറക്കൂലല്ലോ. സത്യം സത്യോ ആ സത്യം. നീ ഒന്ന് റിലാക്സ് ആയിക്കോട്ടെ. കൂളെ എന്റെ ഉള്ളിലത്തെ ആള് വരട്ടെ. അപ്പൊ എല്ലാരും പോവാറ്. താങ്ക് യു പറഞ്ഞോ. ഗൈസ് ഗുഡ് ബൈ ഗൈസ്, ബൈ. അപ്പൊ ശരി ഗൈസ്, ഞാൻ അടുത്തൊരു വ്ളോഗ് ആയിട്ട് വരുന്നവരെ ബൈ. എന്താ വെച്ചാലേ പെയിന്റ് അടിച്ചപ്പോ മൊത്തം വണ്ടി പൊട്ടി പിടിച്ച്. അപ്പൊ ഇത് ഫാബ്രിക് ആയതുകൊണ്ട് സീനൊന്നുമില്ല, തുറച്ചോണ്ട് പോകും. അപ്പൊ ഇനി ഇങ്ങനത്തെ പരിപാടിയെല്ലാം നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. ഇതാണ് ഇപ്പൊ അവസ്ഥ. നമ്മളെ നോക്കിയിട്ട് ചെയ്യാം. ഇതൊന്നും എടുത്തുകൂടെ നോക്കി കാണിച്ചെടുത്ത. അപ്പൊ എന്താ വെച്ചാൽ ഓരോ വീട്ടിൽ പറഞ്ഞു വെച്ചി. ഇപ്പൊ നമ്മളിവിടെ നിന്നിട്ട് കാര്യങ്ങൾ സെറ്റ് ചെയ്യണം. അപ്പൊ ഓരോ അറിഞ്ഞില്ല. ചിലപ്പോൾ ഒരു വ്ളോഗാണ് നമ്മളെ അറിയണ്ടാവുക. വരാം, കാണിച്ചു കൊടുക്കട്ടെ. മിജുബായിന്നൊക്കെ ഇവിടെ നേരത്തെ കറക്റ്റ് ഉണ്ടാ. മിജുബായിത്തെ എമ്മത് ഇവിടെ ക്യാമറയിൽ എത്രത്തോളം കാണാണ്ടെന്ന് അറിയില്ല. അതാണിപ്പോ മൊത്തത്തിലൊരു അവസ്ഥ. ഇവിടെ ഏതോ കാണുന്നുണ്ട് കണ്ടാ. അപ്പൊ എന്തായാലും ശ്രദ്ധിക്കട്ടോ. അപ്പൊ നോക്കിയിട്ട് ചെയ്യാം. ശരിക്കും ബൈ. ശരിക്കും ബൈ.